ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് AI ക്യാമറകളെ കുറിച്ചാണ്. കേരളത്തിൽ 232 കോടി രൂപ ചെലവിൽ 726 പുതിയ ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സോ കെയർഫുൾ ആയിരിക്കുക, സേഫായി ഡ്രൈവ് ചെയ്യുക, ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിക്കുക. ഫൈൻ പേടിച്ച് മാത്രമല്ല, നമ്മുടെ സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ടെക്നോളജിയെ പറ്റിയാണ്. AI ക്യാമറയെ കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട്. പല ചാനൽ വീഡിയോകളിലും പലരും ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. AI ഒരു അത്ഭുത ജീവിയായിട്ടാണ് സാധാരണ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു മാജിക്കൽ ഡിവൈസ് ഒന്നുമല്ല. ഒരു ഫുട്ടേജിൽ നിന്ന് ഒരു മനുഷ്യന് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറെക്കുറെ ഒരു AI സിസ്റ്റത്തിനും കണ്ടെത്താൻ കഴിയും. ഒരു പക്ഷെ ചില കാര്യങ്ങളിൽ കൂടുതൽ കൃത്യത ഉണ്ടാകും എന്ന് മാത്രം. സോ നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകൾ പോലും ഇപ്പോൾ AI ക്യാമറയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ പലർക്കും അതിലെ AI എന്താണ് എന്നറിയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. എങ്കിലും ലളിതമായിട്ട് പറഞ്ഞാൽ, മനുഷ്യൻ ചെയ്യുന്ന പോലെ ഇന്റലിജന്റ് ആയ കാര്യങ്ങൾ ഒരു ഉപകരണത്തിന് ചെയ്യാൻ പറ്റുക, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഉദാഹരണത്തിന്, ഒരാൾ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടാൽ മനസ്സിലാകും അയാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. പക്ഷെ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അത് വെറും ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിന് മനുഷ്യനെ പോലെ ഇന്റലിജൻസ് ഇല്ല, അതിന് IQ ഇല്ല. സോ ഹെൽമെറ്റ് ധരിക്കാത്ത ഒരാളുടെ വീഡിയോ എടുക്കാം എന്നല്ലാതെ മറ്റൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതേ ഉപകരണത്തിനെ ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു കഴിവ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ട്, കൃത്രിമമായിട്ട് കൊടുക്കുന്നതാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചത് നമുക്ക് അതിൽ കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണല്ലോ. അതുപോലെ മെഷീനും ഇതേ എക്സ്പീരിയൻസ് കൊടുക്കുക. മെഷീനെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡാറ്റയാണ്. അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഡാറ്റ ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുത്ത് അതിനെ ഇന്റലിജന്റ് ആക്കി മാറ്റുക, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ AI ക്യാമറയുടെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഇമേജ് ക്യാപ്ചർ ചെയ്യും. കേരള സർക്കാരിന് വേണ്ടിയിട്ട് കെൽട്രോൺ നിർമ്മിക്കുന്ന സോളാർ പവേർഡ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ക്യാമറകൾ 24 മണിക്കൂറിന്റെ ഫുട്ടേജും ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വളരെ എക്സ്പെൻസീവ് ആയ ഹൈ ക്വാളിറ്റി ക്യാമറാസ് ആണ്. ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വയലേഷൻ ഡിറ്റക്ഷൻ പ്രോസസ്സ് അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് സീറ്റ് ബെൽറ്റ് ഡിറ്റക്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ വേണം. അതുപോലെ തന്നെ രാത്രിയിൽ ഉള്ള ഇത്തരം ഒഫൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റീസും ഇതിനകത്തുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആണ്. ക്യാമറയിൽ ഇൻബിൽറ്റ് ആയിട്ട് ഒരു വിഷ്വൽ പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ടാകും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ടെക്നോളജിയാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഡാറ്റേനെ ഒരു റിമോട്ട് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതിന് പകരമായിട്ട് അതിന്റെ സോഴ്സ് എവിടെയാണോ അതിന്റെ അടുത്ത് തന്നെ വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ ഈ AI ട്രാഫിക് ക്യാമറയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എഡ്ജ് കമ്പ്യൂട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ട്രാഫിക് ഫുട്ടേജിനെ റിയൽ ടൈം ആയിട്ട് എവിടെ വെച്ചാണോ അത് കളക്ട് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്യുക, അല്ലാതെ അതിനൊരു സെർവറിലേക്ക് വിടുന്നില്ല. സോ ട്രാഫിക് ഒഫൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ക്യാമറ തന്നെയാണ്. സോ യഥാർത്ഥത്തിൽ ഈ AI അൽഗോരിതംസ് ഒക്കെ എക്സിക്യൂട്ട് ആവുന്നത് ഈ ക്യാമറയുടെ അകത്തുള്ള വിഷ്വൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിനകത്താണ്. അതിന് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ വിഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കീഴിൽ വരുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. ഒരു ഇമേജോ ഒരു വീഡിയോയോ ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ്പ് ചെയ്യും. OpenCV പോലെയുള്ള ലൈബ്രറീസ് ഇതിന്റെ ഉദാഹരണമാണ്. സോ ഓരോ നിയമലംഘനവും ഡിറ്റക്ട് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മോഡൽസ് ഇതിന്റെ അകത്ത് റൺ ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ ഒരു റൂൾ ബേസ്ഡ് വയലേഷൻ ഡിറ്റക്ഷൻ ആണ് നടക്കുന്നത്. റൂൾസ് ക്യാമറയിൽ പ്രോഗ്രാംഡ് ആയിരിക്കും. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റു പല സെൻസേഴ്സും ഉണ്ടാവും. സോ ഇത് ഉപയോഗിച്ചിട്ട് പലതരം കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓവർ സ്പീഡ്, ലൈൻ തെറ്റിക്കുക, റെഡ് ലൈറ്റ് വയലേറ്റ് ചെയ്യുക, ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, അതുപോലെ മൊബൈൽ ഉപയോഗിക്കുക, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന അൽഗോരിതംസ് ഇവിടെ ആയിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചറിൽ മറ്റു വയലേഷൻ കൂടെ ഇതിന്റെ അകത്ത് ഒരു അപ്ഡേറ്റ് പോലെ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റേതെങ്കിലും ഒരു വയലേഷൻ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രെയിൻ ചെയ്ത ഒരു മോഡൽ കൂടെ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്താൽ മതി. വൺസ് ഒരു വയലേഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഈ വിഷ്വൽസ് ഒരു സെർവറിലേക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഉപയോഗിക്കുന്ന 4G ടെക്നോളജിയാണ്. ഒരു 4G സിം അസോസിയേറ്റഡ് ആയിരിക്കും. സോ സോളാർ ടെക്നോളജിയും വയർലെസ് ടെക്നോളജിയും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് പോർട്ടബിൾ ആണ്. നമുക്ക് ഇതിന്റെ ലൊക്കേഷൻസ് മൂവ് ചെയ്യാൻ പറ്റും. ഒരു ക്യാമറ ഒരു ലൊക്കേഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാമറയെ വേണമെങ്കിൽ ഈസി ആയിട്ട് മറ്റൊരു ലൊക്കേഷനിൽ റൺ ചെയ്യിക്കാൻ പറ്റും. ഈ ഒഫൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോൾ റൂമിലേക്ക് ചെല്ലും. അവിടെ ഡ്രൈവറുടെ ഫോട്ടോ, വാഹനത്തിന്റെ ഇമേജ്, നമ്പർ പ്ലേറ്റ്, ഇതൊക്കെ അത് ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും വാഹന നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഉടമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും. ഇത്രയും പ്രോസസ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിനെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും. അവർ ഫർദർ പ്രോസസ്സിങ്ങിനായിട്ട് ഇത് കൺഫേം ചെയ്യും. ഏകദേശം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് അൽഗോരിതംസ് കൂടെ നമുക്ക് നോക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിറ്റക്ഷൻ അൽഗോരിതമാണ്. ഒരു ഇമേജിനകത്തുള്ള വ്യത്യസ്ത ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുക. ഉദാഹരണത്തിന് ഈ ട്രാഫിക് ക്യാമറയുടെ കേസിൽ ഒരു വാഹനം ഐഡന്റിഫൈ ചെയ്യുക. ഇതിന് കമ്പ്യൂട്ടർ വിഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മറ്റൊരു ഏരിയ ആയിട്ടുള്ള ഡീപ്പ് ലേണിംഗ് ഉപയോഗിക്കാം.
ഉദാഹരണത്തിന് നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് പ്രവർത്തിക്കുന്ന പോലെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂറോൺസ് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് വ്യത്യസ്ത വാഹനങ്ങളുടെ ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ഒരു വാഹനമാണോ, അത് ഏതുതരം വാഹനമാണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സിസ്റ്റം സ്വയമേ പാറ്റേൺസ് കണ്ടെത്തിയിട്ട് സ്വയം പഠിക്കുകയാണ്. അതുപോലെ ഒബ്ജക്ട് ഡിറ്റക്ഷന് സഹായിക്കുന്ന ലൈബ്രറികളും ഫ്രെയിംവർക്കും ഉണ്ട്. യോലോ എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ഫ്രെയിംവർക്കാണ്. അടുത്തത് ലൈസൻസ് പ്ലേറ്റ് റെക്കഗ്നീഷൻ അൽഗോരിതമാണ്. ഒരു വാഹനം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അതിന്റെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്ത് അതിലെ നമ്പർ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡാറ്റാബേസിൽ നിന്നും ഇതിന്റെ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ കണ്ടെത്തിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മെസ്സേജ് അയക്കാനായിട്ട് ഇന്ന് എളുപ്പത്തിൽ സാധിക്കും. എഡ്ജ് ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ട് എഡ്ജസ് ഐഡന്റിഫൈ ചെയ്യും. ദെൻ അതിൽ നിന്ന് ഒരു ലൈസൻസ് പ്ലേറ്റ് ഏരിയ ഐഡന്റിഫൈ ചെയ്യും. അതിൽ നിന്നും ക്യാരക്ടർ സെഗ്മെന്റേഷൻ നടത്തിയിട്ട് ഓരോ ക്യാരക്ടറും റെക്കഗ്നൈസ് ചെയ്യും. പിന്നീട് അതിനെ ആക്ച്വൽ ക്യാരക്ടർ ആക്കി മാറ്റും. അതിന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ OCR എന്നുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്പീഡ് ഡിറ്റക്ഷൻ അൽഗോരിതമാണ്. കമ്പ്യൂട്ടർ വിഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ ലൈവ് ട്രാക്കിംഗ് നടത്തിയിട്ട് അതിന്റെ മൂവ്മെന്റ് അനലൈസ് ചെയ്ത് അതിന് എന്തുമാത്രം സ്പീഡ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് റഡാർ, ലേസർ ടെക്നോളജികളുടെ ഒക്കെ സഹായത്തോടെ കൃത്യതയുള്ള സ്പീഡിന്റെ റിസൾട്ട് തരാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഒബ്ജക്ട് ഡിറ്റക്ഷനും കമ്പ്യൂട്ടർ വിഷനും ഉപയോഗിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഡിറ്റക്ട് ചെയ്യുക, ഹെൽമെറ്റ് ഡിറ്റക്ട് ചെയ്യുക, ഫേസ് റെക്കഗ്നീഷൻ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ആളുടെ ചിത്രം, ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു 2 വീലറുള്ള യാത്രക്കാരുടെ എണ്ണം, അതിൽ ഹെൽമെറ്റ് ധരിക്കാത്തവരുടെ എണ്ണം, ഇതുപോലെ തന്നെ ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ട് മൊബൈൽ ഫോൺ ഉപയോഗം, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ കൃത്യത എന്ന് പറയുന്നത് ഇതിന്റെ അൽഗോരിതത്തിനെയും അത് ട്രെയിൻ ചെയ്ത ഡാറ്റേനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ഇനി ഇതിൽ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണുമായിരിക്കുമല്ലോ. ഉദാഹരണത്തിന് ഒരു മന്ത്രി ഓവർ സ്പീഡിൽ പോയാലും ഓഫൻസ് ആയിരിക്കില്ല. അതൊരു AI സിസ്റ്റത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മാർഗ്ഗങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബീക്കൺ ലൈറ്റ് ഉള്ള വാഹനങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ AI സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ അത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ അതിൽ ആംബുലൻസോ പോലീസ് വാഹനങ്ങളൊക്കെ പെടും. അല്ലെങ്കിൽ ഗവൺമെന്റ് വാഹനങ്ങളുടെ നമ്പറുകൾ നമ്മളൊരു ഡാറ്റാബേസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറുകളിലേക്ക് കേസ് വരാതെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. എന്ന് കരുതിയിട്ട് നമ്മൾ നാളെ ഒരു ബീക്കൺ ലൈറ്റ് പിടിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു ഫേക്ക് നമ്പർ പ്ലേറ്റ് കൊടുത്തോ എസ്കേപ്പ് ആവാം എന്ന് ശ്രമിക്കരുത്. നമ്മൾ മലയാളികൾ അല്പം ഗുരുത്തക്കേട് കാണിക്കാൻ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് ഈ AI ക്യാമറയെ പറ്റിക്കാനും നോക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു സിസ്റ്റം പോലെ തന്നെ AI സിസ്റ്റത്തിനും ഒത്തിരി ഡ്രോബാക്സ് ഉണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടാവും. ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന കോർണർ കേസസ് ഉണ്ടാവാം. നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ മറയ്ക്കുന്ന രീതിയൊക്കെ പണ്ട് കാലം മുതലേ ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആളെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാനുള്ള പണികളൊക്കെ പലരും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഫേസ് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടും അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടും ഇത്തരം പരിപാടികൾക്കൊക്കെ മുതിരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ക്യാമറയുടെ പൊസിഷൻസ് ഒക്കെ ഓൾറെഡി നമുക്കറിയാം, എവിടെയൊക്കെ ക്യാമറയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒരു ക്യാമറ കാണുന്ന സമയത്ത് സ്പീഡ് കുറയ്ക്കുകയും അതിനുശേഷം സ്പീഡ് കൂട്ടുകയും ചെയ്യുന്ന രീതിയുണ്ട്. എന്നാൽ ഇതും വളരെ എളുപ്പത്തിന് സ്പീഡ് ആവറേജിംഗ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങളൊരു ക്യാമറയിൽ പതിയുന്ന സമയം മുതൽ അടുത്ത ക്യാമറയിൽ പതിയുന്ന സമയം, ആ ഇടവേളയിൽ നിങ്ങൾ എടുത്ത ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വെച്ചും നിങ്ങളുടെ ഓവർ സ്പീഡ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. തൽക്കാലം ഈ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ നാട്ടിൽ വരുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ചെറിയ ആശങ്കയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ മിക്കവാറും ഒരു 2 വീലർ ആയിരിക്കും കാണുക. മാതാപിതാക്കളും ചെറിയ കുട്ടികളും ഒരേ 2 വീലറിൽ പോകുന്നത് നമ്മുടെ നാട്ടിലൊരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. പക്ഷേ ഇതും AI ക്യാമറയുടെ കണ്ണിൽ ട്രിപ്പിൾ തന്നെയാണ്. സോ ചെറിയ കുട്ടികളുള്ളവർക്ക് ഒന്നുകിൽ കാറ് വാങ്ങണം, അല്ലെങ്കിൽ ബസ്സിനോ ഓട്ടോയിലോ പോകണം. സോ VIPസിനുള്ള എക്സെപ്ഷൻ കുട്ടികൾക്കില്ല എന്നുള്ളത് ഒരുപക്ഷെ പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാം. അതുപോലെ എമർജൻസി വാഹനങ്ങളുടെ കാറ്റഗറിയിലാണ് മന്ത്രിമാരുടെയും മറ്റും വാഹനങ്ങളൊക്കെ പെടുന്നത്. പക്ഷേ അവരുടെ എല്ലാ യാത്രകളും എമർജൻസി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലെ തന്നെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ഈ ഹൈ ബീം ലൈറ്റ് എന്ന് പറയുന്നത്. അത് ഡിറ്റക്ട് ചെയ്യാനും നിലവിൽ ഈ AI ക്യാമറകളിൽ വേറെ മാർഗമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇംപ്ലിമെന്റ് ആവുന്നതിന് മുൻപ് ശരിയാകേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ശരിയായിട്ടില്ല. നമ്മുടെ റോഡിൽ പ്രശ്നങ്ങളുണ്ട്, കുഴികളുണ്ട്, വീതിക്കുറവുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും സേഫായിട്ട് വണ്ടി ഓടിക്കാതിരിക്കാനുള്ള ഒരു കാരണമാകരുത്. 2022 കേരളത്തിൽ 13,000-ലധികം 2 വീലർ ആക്സിഡൻസ് നടന്നിട്ടുണ്ട്. അതിൽ ഏകദേശം 1,200-ലധികം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ സേഫ്റ്റിയുടെ ഭാഗമാണ്. സോ AI ക്യാമറകളെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള ടെക്നോളജിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് ടിൻറ്റു സൈനിങ് ഓഫ്.